ഹലോ മക്കളെ, SSLC ഇംഗ്ലീഷ് പരീക്ഷയിൽ 100% ഉറപ്പുള്ള ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച്. 6 മാർക്കിനായിരിക്കും വരിക. ആ 6 മാർക്കും ഉറപ്പായിട്ടും കിട്ടണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മാത്രം മതി. ആദ്യം ചെയ്യേണ്ടത് ഈ ക്യാരക്ടർ സ്കെച്ച് തോന്നിയ പോലെ എന്തെങ്കിലും എഴുതിയിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു സിമ്പിൾ ടെംപ്ലേറ്റ് ഞാൻ തരാം. എല്ലാവർക്കും ഏത് ക്യാരക്ടർ സ്കെച്ച് വന്നാലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. സിമ്പിൾ ടെംപ്ലേറ്റ് ആണ്. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഫസ്റ്റ് എഴുതുക, ഡാഷ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഡാഷ്. അപ്പോൾ ഒരു ക്യാരക്ടർ ഒരാളുണ്ടാവുമല്ലോ. ഇപ്പോൾ ഓൾഡ് മാൻ വിത്ത് വിങ്സിലാണ് ഓൾഡ് മാൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്പെൽമാൻ ആയിരിക്കും രണ്ടാമത്തെ ചാപ്റ്ററിലെ. അപ്പോൾ അയാളുടെ പേര് എഴുതും. ഓൾഡ് മാൻ ആണ്. ഓൾഡ് മാൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. സ്റ്റോറി എന്താ? ചാപ്റ്ററിന് ഹെഡിങ് എഴുതി വെക്കുക. ഇൻ ദ ആറ്റിക്, അല്ലെ ഇത് ഓൾഡ് മാൻ വിത്ത് വെരി ഇനോർമസ് വിങ്സ് എന്നോ ആ ചാപ്റ്ററിൻ്റെ പേര് എഴുതി വെക്കാം. ഇതാണ് ആദ്യം എഴുതേണ്ടത്. പിന്നെന്താ പറയുക? ഹി ഓർ ഷീ, അല്ലെ ഹി ആണ്, ഷീ ആണ്. ഷീ ഈസ് ദി ഡാഷ് ഇൻ ദ സ്റ്റോറി. ആ സ്റ്റോറിയിൽ ആരാണ്? എന്താണ്, ഓഫീസറാണോ, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇന്ത്യ ആർട്ടിക്കിലാണ് പോളിഷ് ജൂ ആണ് എന്നുള്ള കാര്യം, ആരാണ് ആ കഥയിൽ എന്നുള്ള കാര്യം പറയുക. അപ്പിയറൻസ് പറയും. ഇൻ അപ്പിയറൻസ് ഹി ഓർ ഷീസ് എന്താണ്, മെലിഞ്ഞിട്ടാണ്, ഹൈറ്റ് ഉയർന്ന് എന്താണ്, നല്ല ഹൈറ്റ് ഉണ്ട്, മുടി ഉണ്ടോ, മുടിയില്ലയോ, പല്ലെങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ഓർമ്മയുണ്ടോ അതൊക്കെ പറയാം. ഇനി ഓർമ്മയില്ലെങ്കിൽ ഓരോരോ ക്യാരക്ടർ സ്കെച്ച് ഞാൻ എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഹി ഓർ ഷീസ് ക്വാളിറ്റീസ് പറയും. ഹി ഓർ ഷീസ് കൈൻഡ്, എന്താണ് അങ്ങനെ കുറേ ക്വാളിറ്റീസ് ഉണ്ടാവുമല്ലോ, അല്ലെ കൈൻഡ് ഹാർട്ടഡ് ആണ്, അംബീഷ്യസ് ആണ്, ക്രിയേറ്റീവ് ആണ്, വാട്ട് എവർ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പം എന്തൊക്കെയായി? റോൾ എന്താന്ന് പറഞ്ഞു, അപ്പിയറൻസ് പറഞ്ഞു, ഫിസിക്കൽ അപ്പിയറൻസ് ആണ്, പിന്നെ ക്വാളിറ്റീസ് പറഞ്ഞു, പിന്നെ അതിൻ്റെ പ്രൂഫ്. ആ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ്? അപ്പോൾ കൈൻഡാന്ന് പറഞ്ഞു. അപ്പോൾ കൈൻഡാന്ന് കാണിക്കാനുള്ള കുറച്ച് ഇൻസ്റ്റൻസസ് പറയാം. ദിസ് ക്യാൻ ബി സീൻ വെൻ അയാൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അയാൾ കൈൻഡാണെന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ പ്രൂഫ് വേണം. പിന്നെന്ത് ചെയ്യുക? ദസ് ഡാഷ് ഇസ് എ ഓൾഡ് മാൻ ഇസ് എ മെമ്മറബിൾ ക്യാരക്ടർന്നോ ലവിങ് ക്യാരക്ടർന്നോ എന്തെങ്കിലും പറയാം. നോട്ടബിൾ ക്യാരക്ടർന്നോ വോട്ടർ. അങ്ങനെ എൻഡ് ചെയ്താൽ ആ 6 മാർക്ക് പുഷ്പം പോലെ വരും. ഇനി ആക്ച്വലി ചോദ്യം എങ്ങനെ വരാമെന്നും അതെങ്ങനെ എഴുതാമെന്നുള്ള കാര്യം നമുക്ക് ടെംപ്ലേറ്റ് വെച്ച് നോക്കാം. ഇങ്ങനെയാണ് ചോദ്യം വരുന്നെങ്കിൽ, ദ ഓൾഡ് മാൻ ഇൻ ദ സ്റ്റോറി, എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്, റെപ്രസെന്റ് സഫറിംഗ് ബ്ലാ 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 ബ്ലാ. പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് വേണം ഉപയോഗിക്കാം. Prepare a character sketch of the old man, highlighting the physical traits that make him look different and personality traits that help him triumph over cruelty. എങ്ങനെ തുടങ്ങുക? ടെംപ്ലേറ്റ്. Dash is an important character in the story dash. The very old man with enormous wings is an important character in the story. ചാപ്റ്ററിന്റെ പേര് തന്നെയാണ്, a very old man with important wings. ഓഥറിന്റെ പേര് ഓർമ്മ, അതും കൂടി എഴുതി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ബൈ ഗാബ്രിയൽ ഗാർസിയ മാർക്കസ്. ഇനി ആ സ്റ്റോറിയിൽ അദ്ദേഹം ആരാണ്? ഹീസ് ദ, എന്താണ് എഴുതി വെക്കണം? ഹീസ് ദ സ്ട്രേഞ്ച് വിങ്ഡ് വിസിറ്റർ ഹൂ ഫോൾസ് ഇൻ ടു പെലായോസ് കോർട്ട്യാർഡ്. അപ്പോൾ ആ കഥയിൽ എന്താണ്? സ്ട്രേഞ്ച് വിസിറ്റർ ഹൂ ഫോൾസ് ഇൻ ടു പെലായോസ് കോർട്ട്യാർഡ് ആണല്ലോ ചാപ്റ്റർ അറിയില്ലെങ്കിൽ ചാപ്റ്റർ സമ്മറിങ്കിലും കാണണേ. ഇൻ ദ സ്റ്റോറി എന്നല്ല പറയാം. ഇനി അപ്പിയറൻസ് ഇഷ്ടംപോലെ പറയുന്നുണ്ട് അല്ലേ? ഇൻ ദ അപ്പിയറൻസ് ഹി ഈസ് വെരി ഓൾഡ് ആൻഡ് പിറ്റിഫുൾ, ഡ്രസ് ലൈക്ക് എ റാഗ് പിക്കർ ഒക്കെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓർമ്മയുള്ളതൊക്കെ എഴുതി വെക്കുക. ബോൾഡ് ആണ്, തല മൊട്ടയാണ്, കുറച്ച് മുടി മാത്രമേ ഉള്ളൂ, ഫ്യൂ ഫേഡഡ് ഇയേഴ്സ്, വെരി ഫ്യൂ ടീത്ത്, ഹ്യൂജ് ഡേർട്ടി, എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക, അത്രേ ഉള്ളൂ. ഓർമ്മയില്ലെങ്കിൽ ഇത് ഓർമ്മ ഉണ്ടാക്കുക. അത് ആൻസർ കൊടുത്തില്ലേ? ഇതുപോലെ ബാക്കിയുള്ളതിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യണം. നടക്കും ഇതെന്നെ വരണമെന്നില്ലോ, ഇയാളുടെ ക്യാരക്ടർ സ്കെച്ച് വരണമെന്നില്ല, വേറെ ചാപ്റ്റേഴ്സിൽ ഓരോ ആൾക്കാരുടെ ഉണ്ടാവുമല്ലോ, അത് വരാം. ഏത് വന്നാലും ഈ ഉത്തരം കൊടുക്കാനുള്ള പരിപാടി പറഞ്ഞുതരാം. ആദ്യം ഇയാളുടെ അത് പഠിച്ചു വെക്കുക കുറച്ചെങ്കിലും. പിന്നെ എന്ത് ചെയ്യുക? ക്വാളിറ്റി പറയണം. കാരണം അദ്ദേഹം ഭയങ്കര, നമുക്കറിയാം, പേഷ്യൻ്റ് ആണ്, സൈലൻ്റ് ആണ്, എൻഡ്യൂറിങ് ആണ്, ഒന്നും മിണ്ടാറില്ല. ആൾക്കാർ ഓരോ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് എറിയുമ്പോഴും അയാളൊന്നും പറയുന്നില്ല. അപ്പോൾ പേഷ്യൻ്റ് ആണ്, സൈലൻ്റ് ആണ്, എൻഡ്യൂറിങ് ആണ്. ക്വാളിറ്റീസ് പറഞ്ഞിട്ട് ദിസ് ക്യാൻ ബി സീൻ വെൻ, അതിന് പ്രൂഫ് കൊടുക്കണം. ഹീസ് ലോക്ക്ഡ് ഇൻ ദ ചിക്കൻ കൂപ്പ്, കോഴിക്കൂട്ടിൽ ലോക്ക് ചെയ്തിട്ടപ്പം വിത്ത് ഹെൻസ് ആൻഡ് വില്ലേജസ് ത്രോ ഫുഡ് അറ്റ് ഹിം ലൈക്ക് എ സർക്കസ് ആനിമൽ യെറ്റ് ഹി നെവർ കംപ്ലെയിൻസ് ഓർ ഫൈറ്റ് ബാക്ക്. ചാപ്റ്ററിൽ പറയുന്നുണ്ട് ഒരിക്കലും കംപ്ലെയിൻ ചെയ്യുന്നില്ല, ഫൈറ്റ് ബാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് അദ്ദേഹം എന്താണ് ഭയങ്കര പേഷ്യൻ്റ് ആണ്, സൈലൻ്റ് ആണെന്നല്ല. അപ്പോൾ അതിന് പ്രൂഫും കൊടുത്തു. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക? ദസ് ദ ഓൾഡ് മാൻ ഇസ് എ മെമ്മറബിൾ ക്യാരക്ടർ, ആസ് എ ലവിങ് ക്യാരക്ടർ, അല്ലെ നോട്ട് വർത്തി ക്യാരക്ടർ, വാട്ടർ എന്ത് വേണേലും പറയാം. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്താൽ ആരുടെ എഴുതാം? ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് ചോദ്യം വരുന്നെങ്കിൽ, the German officer Wilhelm Hosenfeld stands out as a symbol of blah. Prepare a character sketch of the German officer. In the article German officer ഉണ്ടാക്കാൻ പറഞ്ഞ സെയിം പരിപാടി തന്നെ. Wilhelm Hosenfeld is an important character in the survivor testimony, അല്ലെ in the story മതി, in the story എന്ന് മതി. In the attic, അല്ലെ in the chapter എന്ന് പറയാം കേട്ടോ. in the chapter in the attic by Spillman. ഓതറിന്റെ പേര് ഓർമ്മയുണ്ട്, നല്ലത്. he is the role പറയണം. എന്താണ്? ജർമ്മൻ ഓഫീസർ, അത്രയല്ലേ ഉള്ളൂ. അത്ര എഴുതി വെച്ചാൽ മതി, അല്ലെ എക്സ്ട്രാ എഴുതി വെക്കണേ എഴുതി വെക്കാം. ഇൻ അപ്പിയറൻസ് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം കേട്ടോ. ഈ സ്മാർട്ട് വെൽ ഡ്രസ്ഡ് ഓഫീസർ ഇൻ യൂണിഫോം ബട്ട് ഹിസ് ഫേസ് ആൻഡ് വേർഡ്സ് ഷോ സാഡ്നെസ് ആൻഡ് റിമോഴ്സ്. ഓർമ്മയുള്ളത് ഓർത്ത് വെക്കുക, ഇല്ലാത്തത് ഇപ്പോൾ പഠിച്ചു വെക്കുക. ക്വാളിറ്റീസ് അത് നമുക്ക് എന്തായാലും പറയാം. ഹീസ് കൈൻഡ്, കമ്പാഷനേറ്റ് ആൻഡ് ബ്രേവ്. ക്വാളിറ്റീസ്
അതിൻ്റെ പ്രൂഫ് ദിസ് ക്യാൻ ബി സീൻ വെൻ ഹി സേസ് ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു എന്ന് സ്മിൽമാനോട് പറയുന്നുണ്ട്. അപ്പോൾ കൈൻഡ്നെസ് അവിടെ ഉണ്ട്. ഷോസ് എ സേഫർ ഹൈഡിങ് പ്ലേസ്, കുറച്ചുകൂടി നല്ലൊരു സേഫർ ഹൈഡിങ് പ്ലേസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്രിങ്സ് ഇൻ ബ്രെഡ് ആൻഡ് ജാം അഗെയിൻ ആൻഡ് അഗെയിൻ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് കാണിക്കുകയാണ്. ആൻഡ് ഗിവ്സ് ഹിം ഒരു വാം കോട്ടും കൊടുക്കുന്നത് റിസ്കിങ് ഹിസ് ഓൺ ലൈഫ് ടു സേവ് ജൂ എന്നുള്ള കാര്യം ഉണ്ട്. അപ്പോൾ ആ പ്രൂഫും കൊടുത്തു കഴിഞ്ഞു. പിന്നെ അവസാനം പറയുക ദസ് വിൽം ഹോസൻഫെൽഡ് ഈസ് എ നോട്ടബിൾ ക്യാരക്ടർ, അല്ലെങ്കിൽ നോബിൾ ക്യാരക്ടർ എന്നവിടെ കൊടുത്ത് മെമ്മറബിൾ ക്യാരക്ടർ എന്നോ നോബിൾ ക്യാരക്ടർ എന്നോ എന്ത് വേണേൽ കൊടുക്കാം, എന്തെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ മതി അവിടെ. അപ്പോൾ ഈ രീതിയിൽ ആരുടെ ചോദിച്ചാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഫോർമാറ്റ്, ഈ ടെംപ്ലേറ്റ് പ്രകാരം എഴുതാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല. ആരുടെ ചോദിച്ചാലും എഴുതി വെക്കുക. ആകെ ശ്രദ്ധിക്കേണ്ടതാണ് ഫസ്റ്റ് ഈ സെൻറ്റൻസ് എഴുതണം, പിന്നെ റോള് പറയണം. ഓക്കെ, മറന്നുപോയാൽ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ മനസ്സിലാവാൻ എളുപ്പമാണ്. റോള് പറയണം, പിന്നെ ഫിസിക്കൽ അപ്പിയറൻസ് പറയണം, പിന്നെന്താണ് ക്വാളിറ്റീസ് പറയണം, പിന്നെന്ത് പറയണം, അതിൻ്റെ പ്രൂഫ് പറയണം, പിന്നെ അവസാനം ഈ സാധനം കൊടുക്കണം. ഇത്രയും ചെയ്താൽ എല്ലാം കിട്ടും. ഇനി പരീക്ഷയിൽ ഇപ്പം ഈ ഓഫീസറിൻ്റെയും ഓൾഡ് മാൻ്റെയും തന്നെ വരണമെന്നില്ല, പല പല ചാപ്റ്റേഴ്സിന് പല പല ആൾക്കാരുടെ വരാം. ഫോർ എക്സാമ്പിൾ മാർക്ക് ആൻ്റണിയുടെ വരാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ശ്രീകാന്ത് പൊല്ലയുടെ വരാൻ ചാൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ പല പല ചാപ്റ്റേഴ്സിന് പല പല ആൾക്കാരുടെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എല്ലാം ഒന്ന് ജസ്റ്റ് നോക്കി പോകുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസും ക്വാളിറ്റീസും നോക്കി പോകുന്നതല്ലായിരിക്കും. പിന്നെ ചാപ്റ്ററിൻ്റെ സ്റ്റോറി നിങ്ങൾ ചാപ്റ്റർ സമ്മറിയെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവരുടെ ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ള എല്ലാവരുടെയും ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ആയിട്ട് കിട്ടും. ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ക്യാരക്ടർ സെഷനിൽ പോയിട്ട് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയാൽ മതി. അത്രയും ധാരാളമാണ്. എന്നിട്ട് ഈ ഒരു ഫോർമാറ്റും കൂടി നോട്ട്ബുക്കിൽ എവിടെ എഴുതി വെക്കുക, ഫോളോ ചെയ്യുക. 6 മാർക്കിൽ 1 മാർക്ക് പോലും പോകാൻ പോകുന്നില്ല. 6 മാർക്കും ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് മേടിച്ചുകൊണ്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും മാർക്ക് കിട്ടിക്കോട്ടെ, മാർക്ക് വാങ്ങട്ടോ വരും. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്.